തന്നെ ഇന്ത്യ വിട്ട് എങ്ങോട്ടെങ്കിലും പോകണമെന്നുള്ള ചർച്ചയ്ക്കൊന്നും പ്രസക്തിയേ ചില മനുഷ്യന്മാരങ്ങനെയുണ്ട്. ഇവിടെ ജീവിക്കാൻ പറ്റൂല, ഇവിടുന്ന് അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, എടുത്തേക്കാ പോവാ. ഇത്രയും നല്ല സമാധാനം കിട്ടുന്ന രാജ്യം വേറെ എവിടെയാ കിട്ടുക? നമ്മുടെ അയൽ രാജ്യങ്ങൾക്കുണ്ടോ ഈ സമാധാനം? നമ്മുടെ അയൽപ്പക്കത്തുള്ള രാജ്യങ്ങൾ ഈ സ്വസ്ഥതയുണ്ടോ? അവിടുത്തെക്കാരോടൊന്ന് സംസാരിച്ചു നോക്കിയാൽ നാട്ടിൻ്റെ അവസ്ഥയെ പറ്റിയിട്ട് അവർക്കൊന്നും നേരെ ചൊവ്വേ രാത്രിയിൽ മക്കളെയും കൂട്ടിയിട്ട് ഉറങ്ങാൻ പോലും പേടിയാണ്. രാത്രി എന്താ സംഭവിക്കാന്ന് പറയാൻ കഴിയില്ല, ഗവൺമെന്റ് എന്താ ചെയ്യാന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ നമ്മുടെ നാട്. അവർക്കൊന്നും നമ്മളെപ്പോലെ തെരുവിൽ സ്റ്റേജ് കെട്ടിയിട്ട് ആദർശം ഉറക്കെ പറയാനുള്ള ധൈര്യമില്ല, പറയാനൊട്ട് ഗവൺമെന്റ് സമ്മതിക്കില്ല. നമ്മുടെ അയൽ രാജ്യങ്ങളിൽ എന്തൊക്കെയാ നമ്മൾ കേൾക്കുന്ന മീഡിയകളിലല്ല. നമ്മൾ മക്കത്തും മദീനത്തൊക്കെ പോകുമ്പോൾ ആ നാട്ടുകാരായ ആളുകളെ കണ്ട് പരിചയപ്പെട്ട് സംസാരിച്ച് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ പറയുന്ന കഥകളാണ്. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട് സുന്ദരമായ നാടാണ്. അതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ പോകേണ്ടത്. ഹിജറ ഇല്ല എന്നല്ല, ഹിജറ ഉണ്ട്, അതിൽ സംശയമൊന്നുമില്ല. ഹിജറ ഏതുവരെ ഉണ്ട്? അവസാന നാൾ വരെ, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നത് വരെ ഹിജറ എന്ന ഇബാദത്തുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. പോകേണ്ടി വന്നാൽ പോകേണ്ട തന്നെയാണ്. ആടുന്ന് ഇടുന്നല്ല ഒരാൾ നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോയിക്കോന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ അങ്ങ് പോക്ക, അങ്ങനെയൊന്നുമില്ല. ഹിജറയുണ്ട്. ഹിജറ ചെയ്യേണ്ട എപ്പോഴാണ്? ദീനനുസരിച്ച് ജീവിക്കുവാനുള്ള അവസരങ്ങൾ നിരോധിക്കപ്പെടുകയും നമുക്ക് ദീൻ നഷ്ടപ്പെടുമെന്ന് ഭയം തോന്നുകയും. ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മളെ മഹല്ലത്തില് തൗഹീദും സുന്നത്തും മുറുകെ പിടിച്ച് ജീവിക്കാൻ നമ്മളെ ആ മഹല്ലുകാർ സമ്മതിക്കുന്നില്ല. നമുക്ക് വലിയ പ്രയാസമാണ്. അങ്ങനെ പോയാൽ നമ്മളെ മക്കളുടെയൊക്കെ മൈൻഡ് മാറാനുള്ള ചാൻസ് ഉണ്ട്. അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ളൊരു വഴി കാണുന്നുണ്ടെന്ന് കണ്ടാൽ അയാൾക്ക് ആ മഹല്ലിൽ നിന്ന് ഹിജറ പോവല് നിർബന്ധമാണ്, പോയേ പറ്റുള്ളൂ. പിന്നെ അവിടെ പിടിച്ചു തൂങ്ങാൻ പറ്റൂല. കാരണം അവൻ്റെ ദീനിന്റെ സംരക്ഷണം അവിടെ നിൽക്കലല്ല, തൊട്ടടുത്ത മഹലിലേക്ക് എല്ലാം എല്ലാം വിറ്റ് പുറക്കിയിട്ട് പോയിക്കൊള്ളാം. അതാ ദീനിന്റെ നിയമം. ചില ആളുകളുണ്ട് വികാരജീവികൾ. വൈകാരികതക്കൊന്നും ദീനില് പ്രസക്തിയില്ല, വിവേകത്തിനല്ലേ പ്രസക്തിയുള്ളൂ. അടിച്ചാക്ഷേപിച്ച് എന്തെങ്കിലും അങ്ങ് പറയുക, കുറച്ച് കഴിയുമ്പോഴോ അതെങ്ങനെയല്ല ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് ഒരു പറയലുമില്ല, പിന്നെ അതിൻ്റെ കൂടെ അങ്ങ് വരുത്താൻ. എനിക്ക് എപ്പോഴും ആലോചിക്കുമ്പോൾ ചിരി വരുന്നൊരു സംഗതിയുണ്ട്. ഒരു ദിവസം കാസർഗോഡ് ഒരു പ്രോഗ്രാമിൽ നമ്മൾ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ആ സദസ്സിൽ ഒരാൾ സംസാരിച്ചു. അയാളുടെ പ്രധാനപ്പെട്ട വിഷയം ഫോട്ടോയും വീഡിയോ ഒക്കെ ആയിരുന്നു. ഫോട്ടോ എടുക്കാൻ പാടില്ല, വീഡിയോ എടുക്കാൻ പാടില്ല, ഭയങ്കരമായ ശക്തമായ പ്രസംഗം. നമ്മളൊക്കെയാണ് ആക്ഷേപിക്കുന്നത് നമ്മളെ കുട്ടികളെ മുമ്പിൽ നിന്ന്. കാരണം നമ്മൾ വീഡിയോ എടുക്കലുണ്ട്, ക്ലാസ്സുകളും ജുമാ ഖുതുബയും അതും ഇതൊക്കെ. അടച്ചാക്ഷേപിച്ച് അതിശക്തമായ ഭാഷയിൽ ഉറക്കെ സംസാരിച്ചുകൊണ്ട് എതിർത്ത് നമ്മളെയൊക്കെ ആകെ തലകുനിപ്പിച്ചു. കുറച്ച് കാലം കഴിയുമ്പം പിന്നെ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും അവരെ ഫോട്ടോവും വീഡിയോവും മാത്രമേ ഉള്ളൂ. അപ്പം അന്നത്ര വൈകാരികമായിട്ട് സംസാരിച്ചതോ? വികാരത്തിന് അടിമപ്പെട്ടുകൂടാ. ആളുകൾക്ക് എന്തായാലും പറയാ, ഒരു ക്ഷമയുണ്ടല്ലോ, ഒരു വിവേകമുണ്ടല്ലോ. അതിനനുസരിച്ച് ചില കാര്യങ്ങൾ പൊതുസമൂഹത്തോട് പറയാൻ പാടുള്ളൂ. നമ്മുടെ രാജ്യത്ത് അങ്ങനത്തെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ രാഷ്ട്രീയക്കാരങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കുന്ന ഈ കലക്കവെള്ളത്തിൽ മീനെ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളുടെ ആ ശ്രമങ്ങൾ മാത്രമേ നമ്മുടെ നാട്ടിലും നമ്മുടെ രാജ്യത്തും ഉള്ളൂ. അള്ളാഹു മരിക്കുന്നത് വരെ നമ്മുടെ രാജ്യത്തിന് അള്ളാഹു പൊരുത്തപ്പെട്ട ദീൻ മുറുകെ പിടിച്ച് ജീവിക്കുന്നവർക്ക് നിർഭയത്വമുള്ള നാടാക്കി മാറ്റട്ടെ. കാരണം ഭരിക്കുന്ന ആളുകളുടെ മനസ്സ് അള്ളാന്റെ കൈമലല്ലേ. മോഡി ആയാലും അമിത് ഷാ ആയാലും വേറെ ആരായാലും പിണറായി സാറായാലും അവരുടെ കൽബ് അള്ളാന്റെ കൈമലല്ലേ. അള്ളാനെ ആശ്രയിക്കുന്ന അള്ളാഹുവാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്. തദ്ബീർ മുദബ്ബിർ അള്ളാഹു മാത്രമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ചെറിയ പാമ്പിനെ കാണുമ്പോഴൊന്നും അങ്ങനെ പേടിച്ച് ഉറച്ച് ആ പരിപാടി ഈ പരിപാടി അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം ഒന്നുമില്ല. ഏതുപോലെ എന്നറിയോ, നമ്മുടെ നാട്ടിലുള്ള ഇസ്ലാമിൻ്റെ പേരിൽ അറിയപ്പെടുന്ന പ്രസ്ഥാനക്കാർ വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു തരം ചിരി പരത്തുന്ന കാര്യമാണ്. ഇപ്പൊ ഇസ്രായേൽ ഷെയ്ഖ് സാലിഹ് ഫൗസാൻ ഹഫിദുല്ലാഹ് പറഞ്ഞു, ഇസ്രായേൽ എന്ന് പറയണ്ട, യഹൂദി എന്ന് പറഞ്ഞാൽ മതി.
കാരണം ഇസ്രായേൽ ആരുടെ പേരാ? യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരാണ്. അതുകൊണ്ട് അദ്ദേഹത്തിലേക്ക് ചേർത്തിട്ട് അവരെ വിളിക്കണ്ട, യഹൂദി എന്ന് വിളിച്ചാൽ മതി. ജൂതന്മാര് അവരെ തകർക്കാനും അവരെ തോൽപ്പിക്കാനും അവരെ ബലം ക്ഷയിപ്പിക്കാനും ഒക്കെ നമ്മൾ തീരുമാനിച്ച് ഉറപ്പിച്ച് നടത്തുന്ന സംഗതി ഉണ്ടല്ലോ. അവരുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക, പെപ്സി കുടിക്കാണ്ടിരിക്കുക, സെവനപ്പ് കുടിക്കാണ്ടിരിക്കുക, ഇന്ന കാറ് വാങ്ങിക്കൂടാ, ഇന്ന വാച്ച് വാങ്ങിക്കൂടാ, ഇന്ന പാൻസ് വാങ്ങിക്കൂടാ, ഇന്ന ഷൂ വാങ്ങിക്കൂടാ. അതിനെക്കൊണ്ട് ഇപ്പൊ എന്താ സംഭവിക്കാൻ പോകുന്നു? അവരെ പൈസ കുറച്ച് കുറയുന്നല്ലേ ഉള്ളൂ. മുസ്ലിം ഉമ്മത്തിന് എന്താ നേട്ടം? അതേ സമയത്ത് ആദർശത്തെ തകർക്കാനായി അവർ ഇറക്കുമതി ചെയ്ത ജാറങ്ങൾ, ദർഗകൾ, ഉറൂസുകൾ, സലാത്ത് ഹൽക്കുകൾ, ദിക്ർ ഹൽക്കുകൾ, ഇമാതിരി പരിപാടികൾ, അതിനെപ്പറ്റി അതൊഴിവാക്കാനും അതൊക്കെ അവരുണ്ടാക്കി തന്നല്ലേ. അതെല്ലാം ജൂത സൃഷ്ടിയല്ലേ. അതൊക്കെ ജൂതന്റെ മക്കളായ ഷിയാക്കളിലൂടെ നമ്മുടെ ഉമ്മത്തിന്റെ ഇടയിൽ കൂടിക്കലർന്ന സംഗതികളല്ലേ. അതൊഴിവാക്കാൻ, അതിനെ ബഹിഷ്കരിക്കാൻ, അതിനെ ഒഴിവാക്കി അള്ളാഹുവിലേക്ക് മടങ്ങാൻ, മുവഹിദുകളാവാൻ, ആകാശലോകവുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കാൻ ഈ വർത്താനം ആർക്കുമില്ല. പെപ്സി കുടിച്ചൂടാ, തവനപ്പ് കുടിച്ചൂടാ. ജമാഅത്ത് ഇസ്ലാമിന്റെ പള്ളി പോകുമ്പോൾ അവിടെ വലിയ ബോർഡിൽ എന്തൊക്കെ നമ്മൾ ബഹിഷ്കരിക്കണമെന്ന് കൃത്യമായിട്ട് എണ്ണ വിട്ട് അക്കൗട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ജാറമില്ല, ദർഗയില്ല, ഉറൂസില്ല, വ്യക്തിപൂജകളില്ല. എങ്ങനെ? അതേപോലെ തന്നെ ഈ സലാത്ത് ഹൽക്കയില്ല, ദിക്ർ ഹൽക്കയില്ല, ഇതിനെപ്പറ്റി ചർച്ചയില്ല. അള്ളാഹു നോക്കുന്ന എന്തായിരിക്കും? നിങ്ങൾ പെപ്സി കുടിക്കുന്നുണ്ടോ, സവനപ്പ് കുടിക്കുന്നുണ്ടോ, അത് ബഹിഷ്കരിക്കുന്നുണ്ടോ? ഇതാ ഉമ്മത്ത് എന്തെല്ലോ ചിന്തിച്ചിട്ട് എന്തെല്ലോ ആക്കാൻ ശ്രമിക്കാൻ. അള്ളാഹുവിന്റെ ദീനിനല്ലാതെ ഒന്നിനും നമുക്ക് ഒരു തരത്തിലുള്ള പോയിന്റും കിട്ടൂല. കാരണം അള്ളാഹ് പറഞ്ഞല്ലോ, വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്ത്, നിങ്ങളുടെ കൂട്ടത്തിലുള്ള മുഅ്മിനീങ്ങൾക്കും സാലിഹായ അമൽ ചെയ്യുന്നവർക്കുള്ള അള്ളാഹുവിന്റെ വഅദയാണ്. ഒന്ന്, ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, മുൻഗാമികൾക്ക് നാം ഖിലാഫത്ത് കൊടുത്ത പോലെ, അധികാരം കൊടുത്ത പോലെ അവർക്കും ഞാൻ അധികാരം കൊടുക്കും. ഒന്ന് വഅദ, അള്ളാന്റെ വഅദയാണ്. പിന്നെയോ വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദി ഇർതദാ ലഹും, അള്ളാഹു അവർക്ക് തൃപ്തിപ്പെട്ട് കൊടുത്ത ദീൻ അനുസരിച്ചുള്ള ജീവിതം നാം അവർക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കും. നിർഭയത്വം ഉണ്ടാവും. ദീൻ അനുസരിച്ച് ജീവിക്കാൻ എളുപ്പമാവും. തടയാനും തകർക്കാനും എതിരിടാനും ആരും ഉണ്ടാവൂല. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന, അവരുടെ ഭയപ്പാടിന് ശേഷം നാം അവർക്ക് നിർഭയത്വം കൊടുക്കും. മൂന്നെണ്ണം ഇന്ന് ലോകത്തുള്ളവർക്ക് ആവശ്യമുള്ള 3 വഅദ. പക്ഷെ ഒറ്റ ഷർത്തേ അള്ളാഹു വെച്ചിട്ടുള്ളൂ, യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈഅ, എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യണം, എന്നോട് ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. ഇതിലേക്ക് തിരിച്ചു വരുന്നവരെ നമ്മുടെ ദുനിയാവിൽ അറബികളാവട്ടെ നമ്മളാവട്ടെ ഏത് സാധനം ബഹിഷ്കരിച്ചാലും ആകാശത്തിന്റെ വാതിൽ തുറക്കാനൊന്നും പോകുന്നില്ല. നമ്മൾ കുറെ ജൂതന്മാരെ പട്ടിണി കിട്ടു, കുറെ ജൂതന്മാരെ ബാങ്ക് ബാലൻസ് കാലിയാക്കി, അല്ലെങ്കിൽ ജൂത പട്ടാളത്തിന്റെ പൈസ നമ്മൾ ഇല്ലാണ്ടാക്കി, പെപ്സി കുടിക്കാണ്ട്, സവനപ്പ് കുടിക്കാണ്ട് അള്ളാന്റെ വാദ പൂർത്തിയാവുന്നില്ല. അള്ളാന്റെ വാദ പൂർത്തിയാവാൻ യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈഅ, അതിലേക്ക് തിരിച്ചു വരികയുള്ളൂ. അതിന് പറ്റിയ നാടന്നെ നമ്മുടെ നാട്. അതുകൊണ്ടാണ് വോട്ടവകാശം ദീനുൽ ഇസ്ലാമിന്റെ ഉലമാക്കള് ഇന്ത്യ രാജ്യത്ത് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാൻ കാരണം. കുഴപ്പമുണ്ടെന്ന് പറയുന്ന ആൾക്കാരുണ്ട്, വോട്ട് ചെയ്യാൻ പറ്റൂല. ജമാഅത്ത് ഇസ്ലാമി മുമ്പ് പറഞ്ഞു, ഇപ്പൊ പിന്നെ അവർക്ക് ആ വാദം ഇല്ലാതെ മാത്രമല്ല അവർ വോട്ടിന് വേണ്ടിയിട്ട് ആൾക്കാരെ നിർത്താനും തുടങ്ങി. അത് വേറെ കാര്യം. വോട്ട് നമ്മളുടെ അവകാശം, രാജ്യത്തോടുള്ള കൂറിൽപ്പെട്ടതാണ്, അല്ലെങ്കിൽ സംശയമൊന്നുമില്ല. രാജ്യത്തോടുള്ള മാത്രമല്ല ഉമ്മത്തിനോടുള്ള കൂറിൽപ്പെട്ടതാണ്. ആരെ ജയിപ്പിക്കണം, ആര് തോൽക്കണം, ഇതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനത്തിൽപ്പെട്ടതാണ്. പക്ഷേ അതിന് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന സബബുകളെ ഉപയോഗപ്പെടുത്തൽ നമുക്ക് സുന്നത്താണ്. എങ്കിൽ ആരെയായിരിക്കണം നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതും നമ്മൾ ജയിപ്പിക്കേണ്ടതും? നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ആളായത് കൊണ്ട് കാര്യമില്ല. നമുക്ക് ഭയങ്കരമായ പിരിശമുള്ള ആളെ ജയിപ്പിച്ചതിനെ കൊണ്ടൊന്നും കാര്യമില്ല. സത്യത്തിൽ നമ്മൾ ജയിപ്പിക്കേണ്ടത് ദീനിനും ഉമ്മത്തിനും ഉപകാരിയാണ് ആരാണോ, അല്ലെങ്കിൽ നാടിനും നാട്ടുകാർക്കും ഉപകാരി ആരാണോ അവരെ ജയിപ്പിക്കുന്നതിന് കാര്യമുള്ളൂ. കാരണം എന്താ അറിയോ, ഇത് നമ്മളുടെ ആവശ്യ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട ഒരു സംഗതി മാത്രമാണ്, അല്ലാണ്ട് നമ്മൾ ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന സംഗതിയൊന്നുമല്ല. നമ്മുടെ ഇലക്ഷനിൽ പോയിട്ട് വോട്ട് ചെയ്യുന്നതും ഇന്ന സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതും പണിയെടുക്കുന്നതും നമ്മൾ പോയിട്ട് വോട്ട് ചെയ്യുന്നതും ഒക്കെ നമ്മളുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള ഒരു സബബ് പൂർത്തിയാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ലക്ഷ്യം ആഖിറത്തിൽ പൂർത്തിയാവാൻ വോട്ടിനെ കൊണ്ടൊന്നും കാര്യമില്ല, ലക്ഷ്യത്തെ കൊണ്ടൊന്നും കാര്യമില്ല. നമ്മുടെ ആവശ്യം നടക്കണം.
ഭൗതികമായ നമുക്ക് നേടിയെടുക്കേണ്ടുന്ന കാര്യങ്ങൾ, നമുക്കുള്ള ആനുകൂല്യങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള വഴികൾ എളുപ്പമാവണം. അതിന് ഏതാളായിരിക്കും നല്ലത്? അയാൾ വേണം ജയിക്കാൻ. ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ പാർട്ടിക്കാരനായ ഒരു സ്ഥാനാർത്ഥി ഒരു ഖൈറിനും കൊള്ളാത്ത മനുഷ്യനാണെങ്കിലോ, നാടിനോ നാട്ടുകാർക്കോ ഉപകാരമില്ലാത്ത ആളാണെങ്കിലോ, ദീനിനോ ദീനിന്റെ അഹലികാർക്കോ ഒരു ഉപകാരം ചെയ്യാത്ത ആളാണെങ്കിലോ എനിക്ക് വിരിശം ഉണ്ടാവും. ചിലപ്പോൾ എൻ്റെ പാർട്ടിക്കാരനും ആയിരിക്കും, എനിക്ക് ഭയങ്കര സ്നേഹം ഉണ്ടാവും, പക്ഷെ എൻ്റെ വോട്ട് ഞാൻ ഒരു കൊടുക്കൂല. ഉമ്മത്തിനോട് കൂറുള്ളവരങ്ങനെ ചിന്തിക്കുള്ളൂ. കാരണം ആവശ്യം പൂർത്തിയാവാൻ. സുലൈമാനെ കൊണ്ടും ആദർശം പൂർത്തിയാവും. സുലൈമാൻ എന്ന് പറയുന്ന സ്ഥാനത്തൊന്നും ഇല്ലല്ലോ ഇവിടെ, ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. സുലൈമാനെ കൊണ്ടും ആവശ്യം പൂർത്തിയാവും, പിന്നെ ബാലകൃഷ്ണനെ കൊണ്ടും ആവശ്യം പൂർത്തിയാവും, ജോസഫിനെ കൊണ്ടും ആവശ്യം പൂർത്തിയാവും. നമ്മളുടെ അവർ സത്യസന്ധരും നാടിനെയും നാട്ടുകാരെയും ഇഷ്ടപ്പെടുകയും ആത്മാർത്ഥമായി അവർക്ക് വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ, ദീൻ നോക്കിയിട്ടൊന്നല്ല വോട്ട് ചെയ്യേണ്ടത്, ഇസ്ലാം നോക്കിയിട്ടൊന്നല്ല ഇന്ത്യ രാജ്യത്ത് വോട്ട് ചെയ്യേണ്ടത്. അതിന് വല്ല കാര്യമുണ്ടോ? കാട്ടുകള്ളന്മാരായ മുസ്ലിമീങ്ങളെ ജയിപ്പിച്ചതിനെ കൊണ്ട് ഉമ്മത്തിന് എന്താ നേട്ടം ഉണ്ടാവുക? മേശക്കടിയിലൂടെ ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങി ഉമ്മത്തിനെ ചതിക്കുന്ന മുസ്ലിം സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചതിനെ കൊണ്ട് എന്താ നമുക്ക് നേട്ടമുള്ളത്? നമുക്ക് ദുന്യവിയായിട്ടുള്ള ആവശ്യങ്ങൾ കറകളില്ലാതെ, കളങ്കമില്ലാതെ, ചതിയില്ലാതെ നാടിനോടും നാട്ടുകാരോടും താല്പര്യവും വിശ്വാസവുമുള്ള ആളുകൾ മുന്നിൽ വരണം, അത്രയേ ഉള്ളൂ. അത് ചിന്തിച്ചിട്ട് വോട്ട് ചെയ്യാം. പക്ഷെ ഇവിടെ രണ്ട് കാര്യങ്ങൾ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കണം. വോട്ട് കഴിഞ്ഞു, ഇനിയിപ്പോൾ അതിലാരാ ജയിക്കാതെന്ന് നമ്മൾ കാത്തിരിക്കുകയാണ്. രണ്ട് കാര്യങ്ങൾ മുസ്ലിം അല്ലെങ്കിൽ മുഅ്മിൻ എന്ന നിലക്ക് ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിമീങ്ങൾ പ്രത്യേകിച്ചും അറിയേണ്ട കാര്യമുണ്ട്. അതിലൊന്ന്, ഇന്നയാള് ജയിച്ചു എന്നതിനെ കൊണ്ട്, ഇന്നയാള് നമ്മളൊക്കെ കൂടി പണിയെടുത്ത് ജയിപ്പിച്ചു എന്നതിനെ കൊണ്ട് നമുക്ക് അള്ളാഹുവിൻ്റെ വിധികളെ മറികടക്കാനൊന്നും സാധിക്കൂല. അയാൾക്ക് മലമറിക്കാനൊന്നും സാധിക്കൂല. അയാൾ ഇവിടെ എന്തോ അങ്ങ് ചെയ്തു കളയും എന്നൊന്നും വിശ്വസിക്കണ്ട. അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടുന്ന അള്ളാഹു അനുകൂലനാവാതെ, റബ്ബുൽ ഇസ്സത്ത് ഇടപെടാതെ ജയിച്ച സ്ഥാനാർത്ഥികൾക്ക്, നേതാക്കന്മാർക്ക് ഒരു ചുക്കും നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റൂല. അത് പൂർണ്ണ ഈമാനാണ്. പക്ഷെ ഈമാൻ പലപ്പോഴും രാഷ്ട്രീയപരമായി തെറ്റുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈമാനിൽ കലർപ്പ് വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, ഖുൻ, നബി ഞങ്ങൾ പറയൂ, ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ. മരുന്ന് കഴിക്കുന്ന പോലെയാണ് ഇലക്ഷനും വോട്ടും സ്ഥാനാർത്ഥികളും ജയപരാജയങ്ങളും മരുന്ന് കഴിക്കുന്ന പോലെ മാത്രമാണ്. ഇന്ന ഡോക്ടറിന് മരുന്ന് എഴുതി തന്നു, അത് നമ്മൾ തിന്നുന്നു. പക്ഷേ ആ മരുന്ന് ഞാൻ കഴിച്ചതിനെ കൊണ്ട് എൻ്റെ രോഗം ശിഫയാകുമെന്ന വിശ്വാസം എനിക്കില്ല. എൻ്റെ വിശ്വാസം, എന്നെ രോഗിയാക്കിയ എൻ്റെ റബ്ബിനെ എനിക്ക് ശിഫ തരാൻ പറ്റുള്ളൂ. അതിനു വേണ്ടി അവൻ സബബാക്കിയതാണ് ഈ മരുന്ന്, അത് ഞാൻ കഴിച്ചു, ബാക്കി എൻ്റെ റബ്ബിൻ്റെ കൈമലാണ്. അങ്ങനെയേ ഇലക്ഷനിലും വോട്ടിലും നമ്മുടെ വിശ്വാസം ഉണ്ടാവാൻ പാടുള്ളൂ. ഇതൊരു സബബാണ്. ഇന്നാക്ക് വേണ്ടി നമ്മൾ വോട്ട് ചെയ്തു, അയാൾ ജയിച്ചു വന്നാൽ ഉടമസ്ഥനായ റബ്ബ് അയാളിലൂടെ നമ്മുടെ നാട്ടിൻ്റെ ഇന്ന കാര്യങ്ങളൊക്കെ ഹൈറായ രീതിയിൽ നടത്തും എന്നല്ലാതെ അയാളിലേക്ക് ഒരാശ്രയം വരുന്ന, ആ പാർട്ടിയിലേക്ക് ഒരാശ്രയം വരുന്നൊരു മാനസികാവസ്ഥ മുഅ്മിനീങ്ങൾക്ക് നല്ലതല്ല. കാരണം അള്ളാഹു തീരുമാനിച്ചല്ലാണ്ട് വേറൊന്നും നടക്കൂല. അതുകൊണ്ട് പിന്നെ മുഅ്മിനീങ്ങൾക്ക് എന്താ പേടി? മുഅ്മിനീങ്ങൾക്ക് വേറെ പ്രയാസങ്ങളില്ല. കാരണം ഹുവ മൗലാന, അവനാണ് നമ്മളുടെ യജമാനൻ. ഉള്ളും പുറവും ഭാവിയും വർത്താനവും എല്ലാം അറിയുന്നവൻ. വഅലല്ലാഹി ഫലിയതവക്കലിൽ മുഅ്മിനൂൻ. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവനായിക്കൊള്ളണം. ഒരു വ്യക്തിയിലോ ഒരു പാർട്ടിയിലോ ഒരു സമൂഹത്തിലോ ഭരമേൽപ്പിക്കുന്നവനായിക്കൂടാ. പക്ഷെ മുസ്ലിം ഉമ്മത്തിൻ്റെ ചില വർത്തമാനങ്ങളൊക്കെ അങ്ങനെയാ വരുന്നത്. ഇബ്നു കസീർ റഹ്മഹുല്ലാഹു തആല സൂറത്തു തൗബയിലെ ഈ 51-ാമത്തെ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു കേട്ടോളി. നബിയെ, നിങ്ങൾ അവരോട് പറയും,
ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ നഹ്നു തഹ്ത മശീഅത്തില്ലാഹി വഖദരിഹി. എന്താ വാക്കിന്റെ അർത്ഥം? ഞങ്ങൾ അള്ളാഹുവിന്റെ മശീഅത്തിന്റെയും ഖദറിന്റെയും അടിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അള്ളാഹു തീരുമാനിച്ചതല്ലാതെ ഈ ദുനിയാവിൽ ഒരു കാര്യം നടക്കുന്നേയില്ല. അത് നമ്മളുടെ ഖദറിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഖദർ ഖദായിലുള്ള വിശ്വാസം 4 കാര്യങ്ങൾ അംഗീകരിക്കലാണ്. ഖദർ ഖദായിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ 4 കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കലാണ്. ഒന്ന്, ഇൽമുല്ലാഹ്. ഈ ദുനിയാവിൽ നടക്കുന്ന സർവ്വസംഗതികളും സർവ്വതും അള്ളാഹുവിൻ്റെ അറിവിൽപ്പെട്ട സംഗതിയാണ്. അള്ളാഹ് അറിയാണ്ട് ഒന്നും നടക്കുന്നില്ല. രണ്ടാമത്തേത് കിതാബത്തുല്ലാഹ്. ആ ഇൽമ് മുഴുവൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതിയതേ നടക്കൂ, എഴുതാത്തത് നടക്കുന്നില്ല. കാട്ടാമ്പള്ളി പള്ളിയിലെ വ്യാഴാഴ്ച രാത്രിയിലുള്ള ഈ ദർസും അള്ളാന്റെ ലൗഹിൽ അവൻ അന്ന് എഴുതിയതാണ്, അതല്ലാതെ നടക്കുന്നില്ല. ലോകത്തുള്ള കോടാനുകോടി മരങ്ങളിൽ കാണുന്ന കോടിക്കണക്കിന് ഇലകളിൽ ഒന്ന്, എവിടെയോ ഉള്ള ഒന്ന് ഉണങ്ങിപ്പഴുത്ത് താഴോട്ട് വീഴുന്നുണ്ടെങ്കിൽ അത് അള്ളാന്റെ ഇൽമിലുള്ളതാണ്, അള്ളാഹു അന്ന് എഴുതി വെച്ചതാണ്, അല്ലാതെ ഊല. മൂന്നാമത്തേത് മശീഅത്തുല്ലാഹ്. അള്ളാന്റെ ഇൽമിലുള്ളതിനെ കൊണ്ട്, അള്ളാഹു എഴുതിയതിനെ കൊണ്ട് നടക്കൂല. അത് ആ സമയം വരുമ്പം അള്ളാഹു ഉദ്ദേശിക്കണം അത് നടക്കാൻ. നാലാമത്തേത് ഖൽഖുല്ലാഹ്. ഉദ്ദേശിച്ചാൽ മാത്രം പോരാ, ആ സമയത്ത് അതിനെ അള്ളാഹു ഉണ്ടാക്കണം. ഇത് നമ്മുടെ വിശ്വാസം. അത് ദുനിയാവിലുള്ള എന്ത് യാദൃച്ഛികത ഇത് മുഅ്മിനിന്റെ ഈമാനെതിരാണ്. ആ വർത്തമാനം തന്നെ എതിരാണ്. യാദൃച്ഛികമായി അറിയാതെ ഇല്ല, അങ്ങനെ സംഗതി ഇല്ല. അതുകൊണ്ടാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂലൂ ലൗ. ഇങ്ങനെയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ആക്കിയെങ്കിൽ ഇത് വരില്ലായിരുന്നു, അതിലൂടെ പോയെങ്കിൽ വീഴൂലായിരുന്നു, ഒരു വോട്ടും കൂടി ചെയ്തെങ്കിൽ ജയിപ്പിക്കായിരുന്നു, അല്ലെങ്കിൽ ഓരങ്ങനെ വന്നുകൊണ്ട് ഇങ്ങനെ ആയത്. മുഅ്മിൻ പറഞ്ഞൂടാ. മറിച്ച് ഖൈറാണെങ്കിൽ അൽഹംദുലില്ലാ, ഷർറാണെങ്കിൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അതേ പറഞ്ഞുള്ളൂ. കാരണം ആ സംഭവിച്ചത് എൻ്റെ റബ്ബിന്റെ മശീഅത്താണ്, എൻ്റെ റബ്ബിന്റെ തീരുമാനമാണ്. ഓൻ ഖബ്ല അൻ യഖ്ലുഖൻ നാസ, മനുഷ്യരാശിയെ അല്ലാഹു, ആലമിനെ അല്ലാഹു പടക്കുന്നതിന്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. 50,000 വർഷങ്ങൾക്ക് മുമ്പ് അത് അള്ളാഹു എഴുതി തയ്യാറാക്കി വെച്ചിട്ട് അതേ നടക്കുന്നുള്ളൂ. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു മുഅ്മിൻ വോട്ട് ചെയ്യുന്നുണ്ട്, ഇന്നാക്കും ചെയ്യുന്നുണ്ട്, എന്നാലും അവന്റെ ഖൽബുള്ളത് ആകാശത്തിലുള്ളവന്റെ കയ്യിലാണ്. ആശ്രയം, പൂർണ്ണ തവക്കുൽ, അത് മാറിയാൽ അത് ഈമാനെ ബാധിക്കുന്ന പ്രശ്നം. അതുകൊണ്ട് അള്ളാഹു ഇത് പറഞ്ഞതിന് ശേഷം പറഞ്ഞു, വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. ഇബ്നു കസീർ റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, അഥവാ നമ്മുടെ വിശ്വാസപ്രകാരം ഞങ്ങൾ അള്ളാഹുവിൻ്റെ ഖദറിന്റെ കീഴിൽ, അള്ളാഹുവിൻ്റെ ഖളാഇന്റെ കീഴിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. മാത്രമല്ല ഹുവ മൗലാന ഐ സയ്യിദുനാ വമൽജഉനാ, നമ്മളുടെ നേതാവും യജമാനനും നമ്മളുടെ അഭയ കേന്ദ്രവും അവനാണ്. അതിൽ നിന്ന് മാറിപ്പോയിക്കൂടാ. പക്ഷെ ഇന്നത്തെ നിങ്ങളെ പറ്റിയല്ല കേട്ടോ ഞാൻ പറയുന്നത്, ആമുന്നാസ്, ഇന്നത്തെ സാദാ സീത ആൾക്കാരോട്, ഉദാഹരണത്തിന് ലീഗുകാരോട്, ഇവിടെ എല്ലാവരും ലീഗുകാരായിരിക്കുമല്ലോ, ലീഗിൻ്റെ ആമിയായ ചെറുപ്പക്കാരുണ്ടാവില്ലേ, അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ പൂർണ്ണ തവക്കുൽ ആ പാർട്ടിയിലാണ്. അത് അപകടമാണ്. അവിടെ അള്ളാന്റെ ചർച്ച വരുന്നില്ല, അള്ളാന്റെ വർത്താനം വരുന്നില്ല. വേറെ സത്യം കൂടെ ഉണ്ട്, നിങ്ങൾക്ക് വെറുപ്പ് വന്നാലും ഞാൻ പറയാം, നേതൃത്വത്തിൽ ഇരിക്കുന്നവർ അള്ളാനെ അറിയുന്നവരാവണം, എന്നാലേ അണികൾക്ക് എന്താവുള്ളൂ, അള്ളാനെ മനസ്സിലാവുള്ളൂ. ഇത് മന്ത്രിച്ചു ഉദിച്ച് കടലമ്മക്ക് പഴമിട്ട് കൊടുത്താലൊന്നും ആൾക്കാർക്ക് അള്ളാനെ മനസ്സിലാവില്ല. വല്ലാതെ സങ്കടം ഉണ്ടാക്കി. എന്താ പറയുക, ആ തങ്ങളെ മോള് ഇസ്ലാമിൻ്റെ കറക്റ്റ് നിയമം പള്ളി പെണ്ണുങ്ങൾ കയറുന്നതിനെ പറ്റി പറഞ്ഞപ്പം ബാപ്പ തിരുത്തിയ വാചകം കേട്ടില്ല നിങ്ങൾ? ബാപ്പ തങ്ങൾ തിരുത്തിയ വാചകം കേട്ടിനോ? മതപരമായി വലിയ പഠിപ്പൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് പറഞ്ഞു പോയതാണ്. പിന്നെ ഇത്രയും വയസ്സ് വരെ എന്താ പഠിപ്പിച്ചേ മോളെ തങ്ങള്? ഇതൊക്കെ ഒരു നേതാവ് പറയേണ്ട വാക്കാ? അതും ദീനിന്റെ യഥാർത്ഥ നിയമം ആ പൊന്നുമോള് പറഞ്ഞപ്പോ അതിനെ അതിൻ്റെതല്ലാത്ത വഴിക്കാക്കിയിട്ടാ തിരുത്തുന്നത്. ആരെയെങ്കിലും
സുഖിപ്പിക്കാനായിരിക്കോ അള്ളാഹു ആലം, ആരുടെയെങ്കിലും സ്വാധീനം കിട്ടാൻ വേണ്ടി ആയിരിക്കോ, അതല്ല അതിൽ തന്നെ ഉറച്ചു നിന്നാൽ അടിയിൽ നിന്ന് മണ്ണ് പോയി പോകുമെന്ന് പേടിച്ചിട്ടായിരിക്കോ, അള്ളാഹു ആലം. പക്ഷെ ചെയ്ത് ശരിയല്ല. ആളുകളുടെ തവക്കുൽ പാർട്ടിയിലേക്ക് പോകുന്നത് സംബന്ധിച്ച് പാർട്ടിനെ സ്നേഹിക്കാം, പാർട്ടി പ്രവർത്തിക്കാം, രാഷ്ട്രീയത്തിൽ ഇസ്ലാം എതിരൊന്നുമല്ല. പക്ഷേ രാഷ്ട്രീയത്തിൽ തവക്കുലാക്കുന്നതിന് ഇസ്ലാം എതിരാണ്. തവക്കുലാക്കേണ്ടത് ഉടമസ്ഥനായ അള്ളാഹുവിലാണ്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത് ഹുവ സയ്യിദുനാ വമൽജഉനാ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. മുഅ്മിനീങ്ങൾ അള്ളാഹുവിൽ തവക്കലാക്കണം, അഥവാ നഹ്നു മുതവക്കലൂന അലൈഹി വഹുവ ഹസ്ബുനാ വനിഅ്മൽ വകീൽ. അവൻ നമുക്ക് മതിയായവനാണ്, അവനാണ് ഏൽപ്പിക്കപ്പെടാൻ ഏറ്റവും നല്ലവൻ. അതുകൊണ്ട് ഇതൊരു സബബായിട്ടേ കാണാവൂ, അങ്ങനെയേ അണികളെ പഠിപ്പിക്കാവൂ, അങ്ങനെയേ നമ്മളെ മക്കളെയും പഠിപ്പിക്കാവൂ. അത് പഠിക്കാത്ത കൊണ്ട് സംഭവിച്ചൊരു ദുരിതം എന്താണെന്നറിയോ? ളുഹറില്ല, അസ്റില്ല, തൊട്ടപ്പുറത്തെ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്തു, ഇഖാമത്ത് കൊടുത്തു, ജമാഅത്ത് മൈക്കിന്ന് പുറത്തേക്ക് കേൾക്കുകയാണ്. പക്ഷെ നമ്മളെ പാർട്ടിന്റെ ചെറുപ്പക്കാർ പള്ളിയിലേക്ക് പോകുന്നില്ല. കാരണം അവർക്ക് പേടി, നമ്മളിവിടെ ഇരിക്കുന്ന ഈ വലിയ സംഗതി എന്നുള്ളൂ, ഇലക്ഷൻ, വോട്ട്, അതിനെന്തെങ്കിലും സംഭവിച്ചു പോകുന്നു പേടിച്ചിട്ട് അപ്പുറത്തുള്ള പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുന്നില്ല. കണ്ണുകൊണ്ട് കണ്ട കഥയായി പറയും നിങ്ങളോട്. ഞാൻ ഇന്നിങ്ങോട്ട് വരുന്ന യാത്രയിൽ എന്തായിരിക്കും പോവാത്തതിന്റെ പിറകിലുള്ള കാര്യം? ഹസ്ബുനല്ലാഹു വനിഅ്മൽ വകീൽ. ഇതാണ് മുഅ്മിനിന്റെ മാനസികാവസ്ഥ. അതുകൊണ്ട് അവൻ അള്ള വിളിച്ച സമയത്ത് പള്ളിയിലേക്ക് പോയിട്ടുണ്ടാവും നിസ്കരിക്കാൻ. വോട്ട് ഒരു പ്രശ്നമായിരിക്കൂല, ഇലക്ഷൻ ഒരു പ്രശ്നമായിരിക്കൂല, പക്ഷെ പ്രശ്നമായി, അത് അപകടമാണ്. അത് അള്ളാന്റെ സഹായം നമുക്ക് തടസ്സമാവാനുള്ള അപകടങ്ങളിൽപ്പെട്ട വലിയ അപകടമാണ്. മാത്രമല്ല അള്ളാഹു പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ ഖുർആനിൽ, വഇയംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാഹു. നിങ്ങളങ്ങനെ പൂർണ്ണമായിട്ട് അള്ളാഹു അല്ലാത്ത ഒരാളിലും ഭരമേൽപ്പിക്കാൻ നിൽക്കണ്ട, തവക്കുലാക്കാൻ നിൽക്കണ്ട, പ്രതീക്ഷ നൽകാൻ നിൽക്കണ്ട. പ്രതീക്ഷ അള്ളാഹുവിന് മാത്രം. ഇത് ഒരു സബബ് മാത്രം, ഒരു കാരണം മാത്രം. രണ്ട് വിഷയങ്ങളുണ്ട് ഇസ്ലാമിൽ. ഒന്ന് ഇസ്തിഅ്മാലുൽ അസ്ബാബ്, രണ്ട് ഇഅ്തിമാദുൽ ഖുലൂബ്. ഇസ്തിഅ്മാലുൽ അസ്ബാബ് എന്ന് പറഞ്ഞാൽ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന സബബുകളെ ഉപയോഗപ്പെടുത്തൽ, അതിൽപ്പെട്ടതാ വോട്ട്. എന്നാലോ ഇഅ്തിമാദുൽ ഖുലൂബ്, ഹൃദയങ്ങളുടെ ആശ്രയം, അത് അള്ളാഹുവിൽ മാത്രമായിരിക്കണം. ഇതിനെ സബബായിട്ടേ കാണാവൂ. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ അള്ളാഹുവാണ്, അതിൻ്റെ അപ്പുറത്താണ് സബബ്. നേരെ ഉൾട്ടയാക്കിയാൽ അപകടമാണ്. അതാണ് അള്ളാഹു പറഞ്ഞു വഇയംസസ്കല്ലാഹു ബിദുർരി. നമ്മൾ വെറും ഈ ഷിർക്ക് എന്ന് പറയുന്ന ജാറത്തിന് മാത്ര, ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഉറുക്ക് കെട്ടല് മാത്ര, അല്ല ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഉറൂസിന് പോക്ക് മാത്ര. അങ്ങനെ തെറ്റിദ്ധരിച്ചു പല ആൾക്കാരും. അല്ല, റജായില് ഷിർക്കുണ്ട്, പ്രതീക്ഷയിൽ, ആശയിൽ, തവക്കുലിൽ ഷിർക്കുണ്ട്, സ്നേഹത്തിൽ ഷിർക്കുണ്ട്. ഒരു മുവഹിദ്, ഒരു മുഅ്മിൻ 24 മണിക്കൂറും ഉണർന്നിരിക്കുന്ന നേരം ഇതിലൊന്നും കലർപ്പ് വരാതെ ശ്രദ്ധിക്കേണ്ടവനാണ്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞത് വഇയംസസ്കല്ലാഹു ബിദുർരിൻ, അള്ളാഹു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഫലാ കാശിഫ ലഹു ഇല്ലാഹു, അവനല്ലാതെ അതിനെ മാറ്റിത്തരാൻ കഴിവുള്ളവരായിട്ട് ആരുമില്ല, ആർക്കും സാധിക്കൂല. എൻ്റെ പാർട്ടിയാണെങ്കിലും എൻ്റെ നേതാവാണെങ്കിലും ഞാൻ വോട്ട് ചെയ്ത് ജയിപ്പിച്ചാലാണെങ്കിലും കഴിയൂല. അള്ളാഹുവിനേക്ക് അവൻ്റെ മനസ്സ് അള്ളാഹു അനുകൂലമാക്കി തന്നാലേ അത് സംഭവിക്കുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രതീക്ഷ വിട്ടിട്ടുള്ള കാര്യങ്ങൾ അപകടമാണ്. മാത്രമല്ല വഇയുരിദിക ബിഖൈരിൻ, ഒരാൾ നിനക്കൊരു ഖൈർ തരാൻ വേണ്ടി തീരുമാനിച്ചാൽ ഫലാ റാദ്ദ ലിഫദ്ലിഹി, അവന്റെ ആ ഔദാര്യത്തെ തടയാൻ ദുനിയാവിൽ ഒരാൾക്ക് സാധിക്കൂല. പിന്നെ എങ്ങനെ നമ്മള് പ്രതിപക്ഷത്തിനെ പറഞ്ഞിട്ട് ആളുകളെ പേടിപ്പിച്ചു വെക്കുക? നമ്മളില്ലെങ്കിൽ അവരെങ്ങനെ ആക്കും, ഇവരിങ്ങനെ ആക്കും, മറ്റവരെങ്ങനെ ആക്കും, ഇവരിങ്ങനെ ആക്കും. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അതൊരു സബബിയായ പേടി മാത്രമാണ്, ഉള്ളിൽ കയറിയ പേടി ആയിക്കൂടാ. കാരണം ആവശ്യം പൂർത്തിയാക്കേണ്ടവനും അള്ളാഹുവാണ്,
തടസ്സങ്ങളെ നീക്കി തരേണ്ടവനും അള്ളാഹുവാണ്. അവിടെ നമ്മൾ എപ്പോഴും പറയുന്നു അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്ദ്. എല്ലാം അള്ളാഹുവാണ്, അള്ളാഹു മാത്രമാണ്. ആ നിലക്കേക്ക് ഈ ഉമ്മത്ത് വന്നാൽ അള്ളാഹുവിൻ്റെ വാദയും പൂർത്തിയാക്കും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൈമേലുള്ള വടി അനുവദിക്കപ്പെട്ട ഒരു സബബാണ്. മലമുകളിൽ വെച്ച് ആ വടിയിലൂടെ വലിയ അത്ഭുതം കാണിച്ചു കൊടുത്ത് മൂസാ നബിക്ക് അള്ളാഹു കൊടുത്ത മുഅ്ജിസത്താണ് ആ വടി. പക്ഷെ അത് പ്രയോഗിക്കേണ്ട സമയം വന്നപ്പോഴും മൂസാ നബിന്റെ മനസ്സ് പോയത് അള്ളാഹുവിലേക്കാണ്. ഫലമ്മാ തറാ അൽ ജമആൻ, ഈ രണ്ട് കൂട്ടക്കാരും പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ, ആര്? മൂസാ നബിയും മുസ്ലിമീങ്ങളും അതേപോലെ തന്നെ ഫിർഔനും പട്ടാളക്കാരും. രണ്ട് കൂട്ടക്കാരും, മുമ്പിൽ കടലിൽ, ബാക്കിൽ ഫിർഔന്റെ പട്ടാളം, നടുക്ക് മൂസാ നബിയും ആൾക്കാരും. അവർ കണ്ടുമുട്ടി. ഖാല അസ്ഹാബു മൂസ, മൂസാ നബിയുടെ ആൾക്കാർ പറഞ്ഞു ഇന്നാ ലമുദ്റകൂൻ, നമ്മളിതാ പിടിക്കപ്പെട്ടിരിക്കുന്നു, ഇനി രക്ഷയില്ല. മൂസാ നബി അവരെ ആക്ഷേപിച്ചു. നാട്ടിൽ നിന്റെ കൂടെ ഉള്ളപ്പോഴും പ്രശ്നം, നീ പ്രശ്നം തീർക്കാനെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് നാട് വിട്ടു വന്നു, ഇവിടെയും പ്രശ്നം. ഒന്നുകിൽ കടലിൽ മുങ്ങിട്ട് മരിക്കും, അതല്ലെങ്കിൽ ഫിർഔനും പട്ടാളക്കാരും പിടികൂടും. ആ സമയം സബബുകളിൽ പ്രതീക്ഷ അർപ്പിക്കലാണ്, അല്ലെങ്കിൽ സബബുകളെ ഉപയോഗപ്പെടുത്തലാണ് ദീനെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൈമേലുള്ള വടി കാണിച്ചിട്ട് പറയാമായിരുന്നു, ഒരു പ്രശ്നമുള്ള, ഒരു പേടിയും വേണ്ട, അത്ഭുതങ്ങൾ കാണിച്ചൊരു വടി എൻ്റെ കൈമേലുണ്ട്, ഇതിപ്പോൾ ഞാൻ പ്രവർത്തിപ്പിക്കാൻ പോവാണ്. ഇല്ല, അത് പറഞ്ഞില്ല. അത് കൈമേലുണ്ട്. മൂസാ നബിക്ക് അറിയുകയും ചെയ്യാം ഇത് മോചിതത്തായ വടിയാണ്. അതുകൊണ്ട് പഞ്ചായത്ത് നമ്മുടെ കൈമേലുണ്ട്, കോർപ്പറേഷൻ നമ്മുടെ കൈമേലുണ്ട്, MLA കസേര നമ്മുടെ കൈമേലുണ്ട്. ആ വർത്താനം മുസ്ലിമീങ്ങൾ ചേർന്ന വർത്താനമല്ല, മുഅ്മിനീങ്ങൾക്ക് ചേർന്ന വർത്താനമല്ല. അള്ളാഹു നമ്മളെപ്പോഴും ഉണ്ട്, എന്തായാലും അവളെ പോയി കണ്ടോക്കാം, ആ രീതിയിലേ പറയാവൂ. അള്ളാഹു നമ്മളെപ്പോഴും ഉണ്ട്, എന്തായാലും മെമ്പർ ഒന്ന് കണ്ടോക്കാം, MLA ഒന്ന് കണ്ടോക്കാം, അങ്ങനെ പറയാവൂ. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ പോലെ ഖാല കല്ല ഇന്ന മഇയ റബ്ബി സയഹ്ദീൻ. രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ഈ ഒരു ആദർശം വിട്ട് പോയി പോകുന്ന പോലെ തോന്നിപ്പോകുന്നു സാധാരണക്കാർക്ക്, അവാമുന്നാസിന്, നമ്മളെ വീട്ടിലേക്കുള്ള നമ്മളെ മക്കൾക്കൊക്കെ, നമ്മളെ ചെറുപ്പക്കാർക്കൊക്കെ. അതാവാൻ പാടില്ല. ഖാല കല്ല, മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ഇല്ല, ഒരിക്കലുമില്ല, നമ്മൾ പിടിക്കപ്പെടൂല. അതിന്റെ കാരണം ഈ സബബ് എൻ്റെ കൈമേലുള്ളത് കൊണ്ടല്ല, ഈ ആളെൻ്റെ ഒപ്പമുള്ളത് കൊണ്ടല്ല, ഈ അധികാരം എൻ്റെ കൈമേലുള്ളത് കൊണ്ടല്ല. ഇന്ന മഇയ റബ്ബി, അതെനിക്ക് അനുകൂലമാക്കി തരാം എന്ന് ഏറ്റിട്ടുള്ള എൻ്റെ റബ്ബ് എന്നോടൊപ്പം ഉണ്ട്. അതുകൊണ്ട് അതെന്നെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കണം. പറഞ്ഞ് 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 നമ്മളെ വീട്ടിലുള്ള ഭാര്യമാർക്കും മക്കൾക്കും സാധാരണക്കാരുടെയും മനസ്സിലതങ്ങ് ഉറക്കണം. ഇതെന്തുണ്ടെങ്കിലും ഇന്ന മഇയ റബ്ബി, എന്ന റബ്ബിൻ്റെ പേരുണ്ട് സയഹ്ദീൻ, അവനൊരു വഴി കാണിക്കും. തവക്കുലാക്കിയതിന് ശേഷം സബബിനെ ഉപയോഗിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരണം. അള്ളാഹ്ക്ക് ഇഷ്ടമായി. നേരത്തെ തന്നെ ആ വടി കൊടുത്തിട്ടും അതിനെ ആശ്രയിക്കാതെയും അതുണ്ടെന്ന് പറയാതെയും അത് തന്ന റബ്ബന്റെ പേരുണ്ടെന്ന് മൂസാ അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അള്ളാഹു സന്തോഷമായി. ഫൗഹൈനാ ഇലാ മൂസാ അനിദ്രിബ് ബിഅസാകൽ ബഹർ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നാം മൂസക്ക് വഹി അറിയിച്ചു ആ വടി കൊണ്ട് സമുദ്രത്തിൽ അടിക്കാൻ. ഇബ്നു കസീർ റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, അള്ളാഹു അവന്റെ മഖ്ലൂഖായ, അത് നമ്മളെ വിശ്വാസം അതാണ്, ഈ ഭൂലോകം ദുനിയാവ് മുഴുവനും അള്ളാഹുവിന്റെ മഖ്ലൂഖല്ലേ, അള്ളാഹിന്റെ സൃഷ്ടിയല്ലേ, അള്ളാഹിന്റെ അടിമയല്ലേ. അനുകൂലമാക്കേണ്ടവനും പ്രതികൂലമാക്കേണ്ടവനും അള്ളാഹുവല്ലേ. നമ്മുടെ ഭൗതികമായ സെറ്റപ്പുകൾ ഇതൊന്നും വരാതിരിക്കാൻ, അപകടമുണ്ടാവാതിരിക്കാൻ ചെയ്യുന്നതിൻ്റെയും അപ്പുറത്ത് അഭൗതികമായ, അതല്ലെങ്കിൽ ആത്മീയമായ, ദീനിയായ ഒരു വലിയ മതില് ഇതിനിടയിൽ കെട്ടണം. അതാ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്. രാഷ്ട്രീയ പ്രവൃത്തിയാവാം, സ്ഥാനാർത്ഥികളോ ജയിപ്പിക്കലും വോട്ടയിലും ഒക്കെ ആവാം. അതിൻ്റെ അപ്പുറത്ത് അള്ളാഹുമായിട്ടുള്ളൊരു ഭയങ്കരമായ കണക്ഷൻ മുസ്ലിം ഉമ്മത്തിൻ്റെ മനസ്സിലുണ്ടാവണം. അതേ ഉപകാരപ്പെടുള്ളൂ. കാരണം അവനാണ് അനുകൂലമാക്കേണ്ടവനും പ്രതികൂലമാക്കേണ്ടവനും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഇബ്നു കസീർ റഹ്മഹുല്ലാഹു തആല പറയുന്നു, അള്ളാഹു അവന്റെ മഖ്ലൂഖായ കടലിന്
ഓർഡർ കൊടുത്തു, എൻ്റെ അടിമ മൂസ നിന്നെ അടിക്കും, അസമയം നീ ആ മൂസ പറയുന്ന അനുസരിച്ചോളണം. ഇതാണ് ഇടപെടിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ. അത് നമുക്ക് സാധിക്കുന്നില്ല മുസ്ലിം ഉമ്മത്തിന് അള്ളാഹുവിനെ അങ്ങനെ ഇടപെടിപ്പിക്കാൻ. നമ്മൾ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറഞ്ഞിങ്ങനെ പേടി കൂട്ടാന്നല്ലാതെ. കാണുന്നില്ലേ, മുസ്ലിം പ്രസ്ഥാനക്കാര് സംഘടനകളും SIR മറ്റുമൊക്കെ ആയിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിച്ചു. ആ പരിപാടികളിൽ മുഴുവൻ സംസാരിക്കുന്നത് ഇസ്ലാമിന്റെ പാർട്ടികൾ, ഷിയാക്കള് ഖുറാഫുകളെയും വിട്, തൗഹീദുള്ള പാർട്ടികൾ വരെ സംസാരിക്കുന്നത് ഭൗതികമായിട്ടുള്ള തയ്യാറെടുപ്പുകളും സംവിധാനങ്ങളും എങ്ങനെയാക്കണം, എന്തുണ്ടാവണം, അതിനെപ്പറ്റിയുള്ള ശക്തമായ ചർച്ച. എന്നാൽ ഇതിനൊരു മൂലക്കെങ്കിലും അള്ളാഹുമായിട്ടുള്ള കണക്ഷൻ ശരിയാവാതെ ഇതൊന്നും ഉപകാരപ്പെടൂല എന്ന പച്ചയായ സത്യം പറഞ്ഞെങ്കിൽ അത് പറയുന്നില്ല. അതാണ് പറയേണ്ടത്. അതുണ്ടാക്കിയെടുക്കാതെ പ്രിയപ്പെട്ടവരെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ആകാശ ലോകം അനുകൂലമാവുകയില്ല. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങൾക്ക് മോദി വന്നാലും അമിത്ഷാ വന്നാലും പേടിയില്ലാത്തത്. ഈ പിണറായി വന്നാലും, ഇനി അതല്ല അലവലിയ സതീശനാ രമേശനാ, ആര് വന്നാലും മുസ്ലിം ഉമ്മത്തിന് കണക്കാണ്. കാരണം അവരാഗ്രഹിക്കുന്നത് അതിൻ്റെ അപ്പുറത്തു നിന്നുള്ള തീരുമാനമാണ്. 7 ആകാശത്തിൻ്റെ അപ്പുറത്തു നിന്നുള്ള തീരുമാനം. ഇവര് അള്ളാഹിൻ്റെ മഖ്ലൂക്കുകൾ, അവരുടെ ഖൽബുകൾ അള്ളാഹുവിൻ്റെ കയ്യിൽ. അവനതിനെ അനുകൂലമാക്കി തരാനുള്ള പ്രവർത്തികൾ ചെയ്യാം. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ പോലെ ഇന്ന മഅഇ റബ്ബി സയഹ്ദീൻ. അടിച്ചു, ഓർഡർ കിട്ടേണ്ട താമസം. ഫൻഫലഖ, കടല് വിണ്ടുകീറി. ഫകാന കുല്ലു ഫിർകിൻ ഖത്തൗദിൽ അദീം. ഓരോ വഴിയും 12 വഴികൾ ആ കടലുണ്ടായി എന്നാണ്. ബനൂ ഇസ്രായേലിലെ 12 ഗോത്രങ്ങൾക്ക് സഞ്ചരിക്കാൻ 12 വഴികൾ. വെള്ളത്തിന്റെ ഖത്തൗദിൽ അദീം, വലിയ മതിലുകൾ പണിയപ്പെട്ടു ആ സമുദ്രത്തിന്. ആരിടപെട്ടപ്പോൾ? മൂസ നബി ഇടപെട്ടപ്പോഴല്ല. മൂസ നബിന്റെ കയ്യിൽ സബബായിട്ട് അള്ളാഹു കൊടുത്ത വടി ഇടപെട്ടപ്പോഴോ അല്ല. ഉടമസ്ഥനായ അള്ളാഹുവിനെ ഇടപെടിപ്പിച്ച് മൂസ നബിക്ക് സബബായ ആ വടിയെ ഉപയോഗപ്പെടുത്തിയപ്പോൾ അങ്ങോട്ടാണ് മുസ്ലിം ഉമ്മത്ത് പോവേണ്ടത്. അതാ ഉമ്മത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. അതിനെന്താ വേണ്ടതെന്നറിയോ? ആദ്യം നമ്മുടെ നാട്ടിലുള്ള ദർഗകളില്ലാണ്ടാവണം. ഞാൻ ഇന്നലെ മലപ്പുറത്തൊരു സ്കൂളിൽ ഇപ്പം ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്, ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും. +2 പഠിക്കുന്നൊരു ചെക്കൻ ബാക്ക് ബെഞ്ചിനാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്നോട് പറയുകയാണ്, ഇപ്പോഴത്തെ പിള്ളേരുടെ രീതിയിൽ നിന്ന് അവൻ കൂടി മാഷും കൂടി ഒന്ന് കേൾക്കണം. ബാക്ക് ബെഞ്ചിൽ നിന്ന്, സാറേ ഒന്നിങ്ങോട്ട് വാ, എന്നെ വിളിക്കുക ആള്, സാർ ഒന്നിങ്ങോട്ട് വാ. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ സാർ, ഞാൻ വരാം. അങ്ങനെ അടുത്ത് പോയി. അപ്പം എന്നോട് തലകുണിക്ക്, ഞാൻ തലകുണിച്ചു കൊടുത്തു. അപ്പോൾ ചെവി പറയാണ്, നിങ്ങൾ പറഞ്ഞില്ലേ ഈ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുമ്പം, മലപ്പുറം ഭാഷയിലാണ് പറയുന്നു, അതിൻ്റെ ഇടയിൽ ആരെയും വെക്കണ്ട, നേർക്ക് നേരെ ചോദിക്കണം നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? പക്ഷേ നിങ്ങൾക്കിപ്പം പിണറായി വിജയനെ കാണാൻ പോകണമെങ്കിൽ വേഗം പോയിട്ട് കാണാൻ പറ്റുമോ? അതിൻ്റെ ഇടയിൽ ഇപ്പം ആരെല്ലാം കാണേണ്ടി വരും? ഈ ചങ്ങായി ചോദിക്കാണ്. +2 പഠിക്കുന്ന 16-കാരൻ്റെ ചോദ്യമാണ്. അവിടെ അത് ഉമ്മത്ത് നിൽക്കുന്നത്, മുസ്ലിം ഉമ്മ എന്ന് പറഞ്ഞാൽ +2-കാരെന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ഇസ്ലാമിൻ്റെ അടുത്ത തലമുറയാണ് ഈ ചോദിക്കുന്നത് എന്നോട്. പിണറായി വിജയനെ പോലെ അള്ളാഹു ആ തരത്തിലാണ് പള്ളി മിമ്പറുകളും മെഹ്റാബുകളും അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. പണ്ട് അമ്പലക്കടവ് ഫൈസി പറഞ്ഞ ഓർമ്മയില്ലേ? അള്ളാഹിനോട് ചോദിക്കുന്നു പറഞ്ഞാൽ KSRTC ബസ്സിൽ യാത്രയും പോലെയാണ്. ഔലിയാക്കളോട് ചോദിക്കാന്ന് പറഞ്ഞാൽ ബെൻസ് കാറുപ്പവും പോലെയാണ്. അപ്പോൾ ഏതിനായിരിക്കും സാധാരണക്കാരൻ സെലക്ട് ചെയ്യുക? ഈ അവസ്ഥ മാറിയേ പറ്റൂ പ്രിയപ്പെട്ടവരെ. സലഫി പ്രസ്ഥാനത്തിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ അതാണ്. നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. അല്ലാണ്ട് അമേരിക്കയിൽ ഒരു പെണ്ണ് പോയിട്ട് സ്കോളർഷിപ്പിന് അമേരിക്കൻ യൂണിവേഴ്സിറ്റി പഠിക്കേണ്ടതെന്ന് പറഞ്ഞാലൊന്നും നവോത്ഥാനാവില്ല. 100 കൊല്ലത്തെ പരിശ്രമ ഫലം എന്തെന്ന് ചോദിച്ചാൽ ഓരോ മഹല്ലത്തിലെയും ഓരോ വ്യക്തികളും അള്ളാഹുവിനെ മനസ്സിലാക്കി എന്ന് പറയാൻ പറ്റണം. സബബുകൾക്കപ്പുറത്ത് അവരുടെ ഖൽബ് അള്ളാഹുമായിട്ട് കണക്റ്റായി എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. കാരണം അതാ നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത്, അതാ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ. പക്ഷേ ഇന്ന് ബഹുദൂരെയാണ് മുസ്ലിം ഉമ്മ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് വായിക്കണം. ഇമാം തിർമിദി റഹ്മഹുല്ലാഹ് ഉദ്ധരിക്കുന്ന സഹീഹായ ഹദീസാണ്.
സുദീർഘമായ ഹദീസാണ് ഇതിൻ്റെ അവസാന ഭാഗം. വഅലം, നീ അറിയണം. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന ഉപദേശമാണ്. വഅലം, നീ അറിയണം. അന്നൽ ഉമ്മത ലവിജ്തമഅത് അലാ അൻ യൻഫഊക ബിശൈഇൻ ലം യൻഫഊക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്. മനോഹരമായ വാക്ക്. വോട്ട് ചെയ്തിരിക്കുന്ന നമുക്ക് മനസ്സിന് ആശ്വാസം കിട്ടാനുള്ള വാക്കാണ്. നമ്മൾ ആർക്കാണോ വോട്ട് ചെയ്തത് അയാൾ ജയിക്കാൻ നമ്മൾ എന്തായാലും ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ? ദുആവും ചെയ്യുന്നുണ്ടാവും. നമ്മൾ സ്ഥാനാർത്ഥി ആരാണെങ്കിലും ദുആ ചെയ്യുന്നുണ്ടാവും. പക്ഷെ വാലം, അറിഞ്ഞോളി, അന്നൽ ഉമ്മത, ഒരു സമൂഹം മുഴുവൻ, ലവിജ്തമഅത്, അവരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടി, അലാ അൻ യൻഫഊക ബിശൈഇൻ, എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് നിനക്ക് ഉപകാരം ചെയ്യാൻ, നിനക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഇവരെല്ലാവരും ഒരുമിച്ച് കൂടി എന്ന് വെക്കുക. പക്ഷെ നീ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? ലം യൻഫഊക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു ലക്. നിനക്ക് ഇന്ന ഉപകാരം ഇന്ന സമയത്തുണ്ടാവണമെന്ന് അള്ളാഹു എന്താണോ തീരുമാനിച്ചത് അതേ അവർ ചെയ്യുന്നുള്ളൂ, അവരായിട്ട് ചെയ്തതല്ല. അത് അള്ളാഹു അന്നേരം തീരുമാനിച്ച് വെച്ചതാണ്. അതുകൊണ്ട് ആ തീരുമാനിക്കുന്ന റബ്ബിനെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കണം. അവൻ അത് ആരെ കൊണ്ട് ചെയ്യിപ്പിക്കുമോ അവരെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കണ്ട. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, വഅലം, നീ ഇനിയും അറിഞ്ഞോളൂ, വലവിജ്തമഉ, ഇനി അവരെല്ലാവരും ഒരുമിച്ച് കൂടി. എന്തിന്? അലാ അൻ യദുറൂക ബിശൈഇൻ, നിനക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ, പ്രയാസം ഉണ്ടാക്കാൻ. നീ എന്താ മനസ്സിലാക്കേണ്ടത്? ലം യദുറൂക ഇല്ലാ ബിശൈഇൻ ഖദ് കതബഹു അല്ലാഹു അലൈക്. നിനക്ക് ഇന്ന ബുദ്ധിമുട്ട് ഇന്ന സമയത്തുണ്ടാവണമെന്ന് അള്ളാഹു തീരുമാനിച്ച ബുദ്ധിമുട്ടല്ലാതെ അവർ നിനക്ക് വേറൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കൂല. അതുകൊണ്ട് ഉപകാരം ചെയ്യേണ്ടവനും അള്ളാഹുവാൻ, ഉപദ്രവങ്ങൾ തടയേണ്ടവനും അള്ളാഹുവാൻ. അതിൻ്റെ ഇടയിലുള്ള ഇതൊക്കെ വെറും സബബുകൾ മാത്രമാണ്. നീ അതുപയോഗിച്ചോ, പക്ഷെ നിൻ്റെ ഖൽബ് പൂർണ്ണമായിട്ടും എൻ്റെ അടുത്തായിരിക്കണം. അതുകൊണ്ട് ഇന്നാൾ ജയിച്ചാൽ നമ്മളൊക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പറ്റും, അങ്ങനെയൊന്നും നീ വിചാരിക്കണ്ട. കസേരമ്മ ആരാണെങ്കിലും അവൻ്റെ കസേരയും അവൻ്റെ ഖൽബും നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന ഉടമസ്ഥൻ്റെ കൈമലാണ്. അവനാണ് അനുകൂലമാക്കേണ്ടവരും പ്രതികൂലം ആക്കേണ്ടവരും. അതുകൊണ്ട് വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. ബഹുമാനപ്പെട്ട ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹു തആല ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അതിൻ്റെ തഫ്സീർ പറഞ്ഞപ്പം, ശറഹ് പറഞ്ഞപ്പം ഒരു പ്രധാനപ്പെട്ട വിഷയം പറഞ്ഞു. അത് ഞാൻ വായിക്കാം. ഉപകാരം ഉണ്ടാക്കുന്നവൻ അല്ലാഹുവാൻ, ഉപദ്രവങ്ങളെ തടയുന്നവനും അല്ലാഹുവാൻ. വൽ ഈമാനു ബിഹാദാ, ഒരാൾ ഇത് വിശ്വസിക്കുന്നെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ വാക്ക് ഒരുത്തൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, യസ്തൽസിമു അൻ യകൂനൽ ഇൻസാനു മുതഅല്ലിഖൻ ബിറബ്ബിഹി, ആ വിശ്വാസം അവന് യഥാർത്ഥത്തിൽ ഉണ്ട് എന്ന് തെളിയിക്കേണ്ടത് അവൻ്റെ റബ്ബുമായിട്ടുള്ള അവൻ്റെ ബന്ധത്തെയാണ്, കണക്ഷനാണ്. മാത്രമല്ല വമുത്തക്കിലൻ അലൈഹി, അവൻ പൂർണ്ണമായും അഭയം പ്രാപിക്കുന്നത് അവൻ്റെ റബ്ബിൽ മാത്രമായിരിക്കും. ഇത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു എന്നെയും നിങ്ങളെയൊക്കെ അങ്ങനെ ആക്കിത്തരട്ടെ. മാത്രമല്ല ലാ യഹ്തമ്മു ബി അഹദിൻ, ഒരാളെയും അതിലവൻ ഗൗനിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇന്ന് ആളുണ്ടെങ്കിൽ നമുക്ക് രക്ഷയായിരിക്കും, ഇനി ഇന്നാൾ വന്നാൽ നമ്മളാകെ പോയി പോവും എന്നൊന്നും ആയിരിക്കുമല്ലോ അവൻ്റെ മനസ്സിലുണ്ടാവുക. ആരാണെങ്കിലും അള്ളാഹു നമുക്ക് പരീക്ഷണം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പരീക്ഷിക്കപ്പെടും. അള്ളാഹു നമുക്ക് നല്ല അവസ്ഥയാണ് ഉദ്ദേശിച്ചതെങ്കിൽ നല്ല അവസ്ഥ തന്നെ ഉണ്ടാവും. അത്തരത്തിലായിരിക്കും ആ മുഅ്മിനിൻ്റെ മാനസികാവസ്ഥ. ലിഅന്നഹു, കാരണം അവനറിയാം, അന്നഹു ലവിജ്തമഅ കുല്ലുൽ ഖൽഖി അലയ്യ, ഈ സൃഷ്ടികൾ മുഴുവനും എനിക്കെതിരെ ഒരുമിച്ച് കൂടിയാലും എൻ്റെ റബ്ബ് തീരുമാനിക്കാതെ അവർക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്ന പൂർണ്ണ ഉറപ്പ് ആ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിൽ ഉണ്ടാവും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. രണ്ടാമത്തെ കാര്യം, നമ്മൾ അങ്ങനെ ആരെയെങ്കിലും അള്ളാഹുവിനെ വിട്ട് ആരെയെങ്കിലും ആശ്രയിച്ചാൽ, അത് പാർട്ടിനായാലും മെമ്പറിനായാലും എം എൽ എനായാലും എം പിനായാലും മന്ത്രിനായാലും ആശ്രയം, അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കണേ.
ഒരു സബബിനെ ഉപയോഗപ്പെടുത്തുന്നു എന്ന അർത്ഥത്തിലല്ല, അതിൻ്റെ അപ്പുറത്ത് പൂർണ്ണ യഖീനോടെ ഇത് എൻ്റെ സ്ഥാനാർത്ഥി ആയതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ പാർട്ടിൻ്റെ ആളായതുകൊണ്ട്, നമ്മൾ ജയിപ്പിച്ച ആളായതുകൊണ്ട്, അത്തരത്തിൽ ഒരാളുടെ കൽബിൻ്റെ ഉള്ളിൽ ഒരു ഉറപ്പുണ്ടല്ലോ, ആ രീതിയിൽ ആരെയെങ്കിലും ആശ്രയിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശക്തമായ താക്കീതുണ്ട്, അവൻ്റെ കാര്യങ്ങൾ അവനിലേക്ക് തന്നെ ഏൽപ്പിക്കപ്പെടും. പിന്നെ നമ്മൾ കുടുങ്ങിപ്പോകും. എത്രത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധിച്ചെന്നറിയോ? ദുആ ചെയ്യുമ്പം, അള്ളാഹുവേ എൻ്റെ കാര്യം നീ എന്നെ ഏൽപ്പിക്കരുത്, നീ തന്നെ നടത്തിത്തരണം. എത്രത്തോളം ഏൽപ്പിക്കരുത്? ഒരു കണ്ണ് ഇമ വെട്ടുന്ന സമയം പോലും നീ എൻ്റെ കാര്യം ഏൽപ്പിക്കരുത്. അത്തരത്തിൽ അള്ളാഹനെ ഏൽപ്പിച്ചോളാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ റഹ്മതക അർജു, അല്ലാഹുമ്മ റഹ്മതക അർജു, അല്ലാഹുവേ നിന്റെ റഹ്മത്താണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഫലാ തകിൽനി, നീ എന്നെ ഏൽപ്പിക്കരുത്. ഇലാ നഫ്സി, എന്നെ തന്നെ. തർഫത ഐനിൻ, ഒരു കണ്ണടച്ച് തുറക്കുന്ന സമയം പോലും. അതുകൊണ്ട് അള്ളാഹുവോ ഇവൻ്റെ പ്രതീക്ഷ മൊത്തം ഈ പാർട്ടിയിലാണ്, എന്നാൽ പിന്നെ അവൻ്റെ കാര്യം ആ പാർട്ടി നടത്തട്ടെ എന്ന് റബ്ബ് തീരുമാനിച്ചാൽ നമ്മളെ കഥ കഴിയും. എന്നെക്കാളും മോന് പ്രതീക്ഷ ഇന്ന് വ്യക്തിയിലാണ്, എന്നാൽ പിന്നെ ആ വ്യക്തി തന്നെ നടത്തിക്കോട്ടെ എന്ന് അള്ളാഹു തീരുമാനിച്ചാൽ കുടുങ്ങി നമ്മൾ. റസൂലുള്ളാഹിന്റെ ദുആ അത്ര ശക്തമാണ്. തർഫത ഐൻ, ഒരു കണ്ണടച്ച് തുറക്കുന്ന സമയത്തേക്ക് പോലും നീ എന്നെ എന്നിലേൽപ്പിക്കരുത്, നീ തന്നെ എനിക്ക് കാര്യങ്ങൾ നടത്തി തരണം. അസ്ലിഹ് ലീ ശഅ്നി കുല്ലഹ്, എൻ്റെ കാര്യങ്ങൾ മുഴുവൻ നീ എനിക്ക് നന്നാക്കി തരണമേ. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വോട്ട് ആർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഏത് പാർട്ടിക്കാരനാണെങ്കിലും അതൊക്കെ ദുന്യവിയായി അള്ളാഹു സംവിധാനിച്ച ഒരു സബബ് ഉപയോഗപ്പെടുത്തുന്നു എന്ന അർത്ഥത്തിൽ കാണാമെന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് കൽബിൻ്റെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന അവസ്ഥ പറ്റൂല. അത് അള്ളാഹുവിൻ്റെ സ്ഥാനമാണ്. കൽബുമായിട്ടുള്ള മുഅ്മിനിൻ്റെ ബന്ധം അള്ളാഹുമായിട്ടാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കട്ടെ. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളിപ്പോൾ അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. നമുക്ക് വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല. നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിൽ നിന്ന് പഠിപ്പിച്ച ഒരു അധ്യാപനമുണ്ട്. ഇസ്ലാമിൽ രാഷ്ട്രീയമുണ്ട്, റസൂലുള്ളാഹി രാഷ്ട്രീയക്കാരനല്ലേ. ആ അധ്യാപനത്തിൻ്റെ മെയിൻ പോയിൻ്റ് ആളുകളുടെ ഖൽബിന് അള്ളാഹുമായിട്ടുള്ള ബന്ധമാണ്. തൗഹീദ് വിട്ടാൽ പ്രിയപ്പെട്ടവരെ പോയി. പിന്നെ മുസ്ലിം ഉമ്മത്ത് ഒരു സഹായവും പ്രതീക്ഷിക്കണ്ട. ആകാശ ലോകത്തിൻ്റെ അനുകൂലാവസ്ഥ ഈ ഉമ്മത്ത് സ്വപ്നം കാണണ്ട. കാരണം ഷിർക്ക് അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള പാപാണ്. ഒരല്ലാഹു സഹായിക്കൂല, ഉറപ്പാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 13 കൊല്ലക്കാലം ആകെ പ്രസംഗിച്ചത് ഈ വമ്പൻ ശത്രുപക്ഷത്തുള്ളത് വമ്പൻ ടീമുകളാണ്. അവർക്കെതിരെയുള്ള ഒന്നുമല്ല പ്രസംഗിച്ചത്. ആദ്യം 13 കൊല്ലം പ്രസംഗിച്ചു കൊടുത്തത് അള്ളാഹുവാണ്, അള്ളാഹുവാണ്, അള്ളാഹുവാണ്. അത് ക്ലിയറാക്കി മദീനത്ത് എത്തിയതിന് ശേഷം പിന്നെ യുദ്ധങ്ങൾ തുടങ്ങുന്നു, പ്രതിരോധങ്ങൾ തുടങ്ങുന്നത്. അതുവരെ അടിയും ഇടിയും കൊള്ളുന്നല്ലേ മക്കത്ത് 13 കൊല്ലം. അതുകൊണ്ട് ആ ഒരു നിങ്ങൾ പൊതു പ്രവർത്തകനല്ലേ, പൊതുവായിട്ടുള്ള ദുനിയാവിൻ്റെ കാര്യങ്ങളായിരിക്കും നമ്മൾ കാണുന്നതും നോക്കുന്നതും ഒക്കെ. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ മുസ്ലിം ഉമ്മത്തിൻ്റെ പൊതുവായിട്ടുള്ള ദീനീ ബോധത്തെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കി. എവിടെയാണ് കിടക്കുന്നത് മുസ്ലിം ഉമ്മത്ത്? എവിടെയാണ് കിടക്കുന്നത് മുസ്ലിം? ഒരു കല്യാണം വന്നാൽ പോരെ. ഇപ്പോൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയതിന് ശേഷം കൂടുതൽ ബോധ്യപ്പെട്ടത് ഉമ്മത്തിൻ്റെ അവസ്ഥ. +2 പഠിക്കുന്ന വിദ്യാർത്ഥി തന്നെ പറഞ്ഞാൽ 16 വയസ്സായില്ലേ, അവർക്ക് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയില്ല. അവരെ മദ്രസ പഠനം കഴിഞ്ഞു, 10ാം ക്ലാസ് കഴിഞ്ഞു, പക്ഷെ അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയില്ല. ലീഗ് അറിയാം, തങ്ങന്മാരറിയാം, ബീവിമാരറിയാം, പിന്നെ രാഷ്ട്രീയ ചർച്ചകൾ അവർ കേൾക്കുന്നും കാണുന്നും പറയുന്നുണ്ട്. ഇതിനെപ്പറ്റി അറിയില്ല, ബോധവാന്മാരല്ല. പിന്നെ എന്താ നമ്മൾ ഉമ്മത്തിന് വേണ്ടി ചെയ്യുന്നു? ദുന്യവിയായ ഇത് നമ്മളെ മുജാഹിദ് പ്രസ്ഥാനമായാലും ദുന്യവിയായിട്ടുള്ള നേട്ടങ്ങൾ അതൊന്നും ദീനിൻ്റെ പേരിലുള്ള നേട്ടങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. നേട്ടം നമ്മളിലും മറ്റുള്ളവരിലും തൗഹീദും സുന്നത്തും ഉറച്ചെങ്കിൽ അതാണ് നേട്ടം.
അതാണ് പണി, അതാണ് ലക്ഷ്യം. അത് വിട്ടാൽ പോയില്ലേ. തൗഹീദ് ഇല്ലാത്തവർക്ക് സഹായമില്ല. യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ഷൈഅ, എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്ന, എന്നോടൊന്നിനെയും പങ്കു ചേർക്കാത്ത ഒരവസ്ഥ വന്നാൽ അന്ന് ആകാശങ്ങൾ തുറക്കപ്പെടും. നമ്മൾ സാധാരണ ഓതാറുണ്ട് ആയത്ത്, ഇൻ തൻസുറുല്ലാഹ യൻസുർക്കും, നിങ്ങൾ അള്ളാഹിനെ സഹായിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെ സഹായിക്കും. എന്താണ് ഈ അള്ളാഹിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ? KM ഷാജി എല്ലാം ഓതിയിട്ട് പ്രസംഗിക്കലുണ്ട്, ലീഗിൻ്റെ പ്രസംഗം. നിങ്ങൾ അള്ളാഹിനെ പച്ചക്കൊടി കുടിക്കല, അതല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയും ഷാജിയും വരുമ്പം കുരു തക്ബീർ വിളിക്കല. ഈ അള്ളാഹ്ക്കുള്ള സഹായം ഇമാം സഅദി റഹ്മത്തുള്ളാഹി തഫ്സീർ പറഞ്ഞെന്താ അറിയോ? അഥവാ നിങ്ങൾ ദീനനുസരിച്ച് ജീവിച്ചാൽ. എന്താണ് ദീനനുസരിച്ചുള്ള ജീവിതം? ആദ്യം ആദർശമാണ്, ആദ്യം വിശ്വാസമാണ്. എങ്കിൽ യൻസുർക്കും, അള്ളാഹു നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു നല്ല റാഹത്താക്കി തരും. മദീനത്ത് അള്ളാഹു ആക്കി കൊടുത്തില്ലേ? മദീനത്ത് അള്ളാഹു ആ അവസ്ഥ കാണിച്ചു തന്നില്ല നമുക്ക്. ബഹുമാനപ്പെട്ട ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ സംഭവങ്ങൾ, ഉമ്മു അൻമാർ എന്ന് പറയുന്ന യജമാനത്തി ഇരുമ്പിൻ്റെ ദണ്ട് ചൂടാക്കിയിട്ട് കുത്തും തലയിലും മുതുകത്തും. എന്നിട്ട് കുഴികളുണ്ട് ആ ശരീരത്തിൽ. ഇരുമ്പിൻ്റെ പടച്ചട്ട ഉണ്ടാക്കിയിട്ട് ധരിപ്പിച്ചു കൊടുക്കും. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ കത്തിയിട്ട് ചലം ഒലിച്ചിട്ട് ആ ചൂടങ്ങ് കെട്ടുപോകും. ഒരു കാലത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായപ്പം ഖബ്ബാബിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഖബ്ബാബെ, ആദ്യകാലത്തുള്ള പരീക്ഷണത്തിൻ്റെ ഘട്ടങ്ങളൊക്കെ ഒന്ന് പറയോ, നമ്മളെ ഈമാനൊന്ന് വർദ്ധിക്കട്ടെ. അദ്ദേഹം മുതുകത്തുനിന്ന് ഡ്രസ്സ് മാറ്റി കൊടുത്ത് നോക്കുമ്പോഴൊക്കെ അവിടെ ഇറച്ചിയില്ല. വെള്ളപ്പാണ്ട് പിടിച്ച പോലത്തെ വെള്ള കളറ്, ചുറ്റിപ്പിടിച്ച തീ പൊള്ളിച്ചിട്ടായതാണ്. അദ്ദേഹം ഒരിക്കൽ റസൂലുള്ളാഹി തങ്ങളെ കാണാൻ വേണ്ടി കാബൻ്റെ മുമ്പിൽ റസൂലുള്ളാഹി ഇരിക്കാൻ, നബിയെ, നമുക്ക് വേണ്ടി നിങ്ങൾ സഹായം തേടുന്നില്ലേ, നമുക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്തൂടെ? റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ കുറച്ച് ധൃതി കാണിക്കാണ്. മുമ്പ് വന്ന ആളുകളൊക്കെ ഈർച്ചവാള് കൊണ്ട് പൊളർന്നിട്ടുണ്ട്, ഇരുമ്പിൻ്റെ ചീർപ്പ് കൊണ്ട് അവരുടെ ശരീരത്തിൽ നിന്ന് ഇറച്ചി മാന്തിയിട്ടുണ്ട്, എല്ലുകൾ കാണും വരെ. പക്ഷേ ഒരു ദിവസം വരും, അന്ന് സനായിൽ നിന്ന് ഹദറമൗത്ത് വരെ ഒരാളെയും പേടിക്കാണ്ട് സഞ്ചരിക്കാൻ ആളുകൾക്ക് സാധിക്കും. എന്നുവെച്ചാൽ അത്രയും വലിയ നിർഭയത്വവും സുരക്ഷിതത്വവും നാട്ടിലുണ്ടാവും. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വാദയാണ്. മദീനത്തത് ഉണ്ടായി. എപ്പം? ദീൻ അവർക്ക് വന്നപ്പോൾ. അതുകൊണ്ട് നമ്മളെ മെയിൻ പ്രശ്നം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് വിട്ടിട്ട് അസ്ബാബുകൾ എന്തിനെ പിടിച്ചാലും ചിലപ്പം ദുനിയാവിൽ നമ്മുടെ രക്ഷപ്പെട്ടു പോയി എന്ന് വെക്കും, പക്ഷെ ആഖിറം നഷ്ടമായിരിക്കും. അതാണ് ഞാൻ മൂന്നാമത്തെ പോയിന്റ് പറയാഞ്ഞത്. നമ്മൾ ഈ ഇലക്ഷൻ വന്നപ്പം എന്തോരമാണ് ശ്രമിച്ചത്, ഓടി ചാടി അധ്വാനിച്ച് ഫോൺ വിളികൾ, അത് ഇത്, കാരണം സ്ഥാനാർത്ഥിനെ ജയിപ്പിക്കാൻ. നാളെ ആഖിറത്തിൽ അള്ളാഹിൻ്റെ കോടതിയിൽ എനിക്കങ്ങനെ ജയിക്കണമെന്ന ബോധത്തിൽ അപ്പണി നമ്മൾ എടുത്തിരുന്നെങ്കിൽ, അങ്ങനെ നമ്മൾ കൊതിച്ചിരുന്നെങ്കിൽ, നമ്മളൊക്കിപ്പോൾ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന ഔലിയാക്കളായിരിക്കും. നമ്മുടെ മനസ്സിൽ ആ ആഗ്രഹവും അതിനുവേണ്ടി നമ്മൾ അധ്വാനിച്ച ആ അധ്വാനവും നമ്മുടെ നഫ്സിനെ ആഖിറത്തിൽ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആക്കിയിരുന്നെങ്കിൽ അത് നമുക്ക് ഉപകാരപ്പെട്ടനെ. ഒരു കാര്യം ഉറപ്പാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ മിൻകും മിൻ അഹദിൻ ഇല്ലാ സയുകല്ലിമുഹു റബ്ബുഹു. നമ്മളെല്ലാവരും നാളെ ആഖിറത്തിൽ അള്ളാഹുവിനോട് നേർക്കുനേരെ സംസാരിക്കും, ഒരാളും ഒഴിവാവില്ല. ഫയൻദുറു ഐമനമിൻ, ഈ അടിമ, വലൈസ ബൈനഹു വബൈനഹു തർജുമാൻ, ആ അടിമൻ്റെയും അള്ളാൻ്റെയും ഇടയിൽ ഒരു ദ്വിഭാഷികനുണ്ടാവില്ല, നേർക്കുനേരെ ഇടപാട്. ഫയൻദുറു ഐമനമിൻ, വലത്തെ ഭാഗത്തേക്ക് നോക്കും, ഫലാ യറാ ഇല്ലാ മാ ഖദ്ദം, എന്താണോ കൊണ്ടുവന്നത് അതേ ഉണ്ടാവും. ഫയൻദുറു അശ്മഅമിൻ, ഇടതു ഭാഗത്തേക്ക് നോക്കും, ഫലാ യറാ ഇല്ലാ മാ ഖദ്ദം, എന്താണോ കൊണ്ടുവന്നത് അതേ അവിടെ ഉണ്ടാവും. ഫയൻദുറു ബൈന യദൈ, നേരെ മുമ്പോട്ട് നോക്കുമ്പം, ഫലാ യറാ ഇല്ല നാറ തിൽഖാ വജ്ഹി, മുമ്പിൽ നരകം മാത്രമേ ഉണ്ടാവുള്ളൂ, വേറൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് റസൂലുള്ളാഹി പറയാൻ, ഫത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറ, ഒരു ഈത്തപ്പഴത്തിൻ്റെ കഷണം സദഖ ചെയ്തിട്ടാണെങ്കിലും നരകത്തെ നിങ്ങൾ സൂക്ഷിച്ചോളി. ഈ മുസ്ലിം ചെറുപ്പക്കാരുടെ ഇന്നത്തെ ഓട്ടവും ചാട്ടവും ധൃതിയും, ഓരോ വീട്ടിലേക്ക് പോകുന്നു, ആൾക്കാരെ വണ്ടിയിൽ കയറ്റുന്നു, വോട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നു. ഇന്നലെ രാത്രിയാണെങ്കിൽ ഉറക്കമില്ല, നോട്ടീസിൻ്റെതും അതിൻ്റെ ഇതിൻ്റെയും പുറകിൽ, പിന്നെ കൊട്ടിക്കലാശമുണ്ടല്ലോ, ഇത് പറയാം, കുട്ടിക്കലാശം, അതിലുള്ള ജൈവിളിയും മ്യൂസിക്കും ഡാൻസും, ഈ ഒരു ധ്വരയും മാഷയും ആഗ്രഹവും ഈ ആരോഗ്യവും പ്രകടനമൊക്കെ ആഖിറത്തിൽ നഫ്സിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നെങ്കിൽ ഔലിയാക്കളായിട്ട് ജീവിക്കാമായി. ഒമൻ അറാദൽ ആഖിറ വസഅ ലഹാ സഅയഹ, ആഖിറം വെറുതെ കിട്ടൂല, അധ്വാനിച്ചാലേ കിട്ടുള്ളൂ.
അള്ളാഹു കാര്യം മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തൗഫീഖ് നസീബാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.